നമസ്തേ, എൻ്റെ പേര് കണ്ണപ്പൻ PR. ഇടുക്കി ജില്ലയിലെ വെൺമണി എന്നുള്ളൊരു ഗ്രാമത്തിലാണ് താമസം. കണ്ണാടിപ്പായ എന്നുള്ള ഒരു സവിശേഷത പായയെക്കുറിച്ചുള്ള അതിൻ്റെ ആയിട്ടുള്ള പരമ്പരാഗതമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ ഗോത്ര ജനവിഭാഗത്തിൽപ്പെട്ട ഊരാളി, ഉള്ളാടൻ, മന്ന, മുതുവൻ ഇങ്ങനെയുള്ളതായ ആളുകളുടെ ഒരു തനത് കലയാണ്. ഈ കല അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നതായ ഒരു കലയാണ്. ഇത് ക്ലാസിക്കലായിട്ടോ മറ്റു രീതിയിലൊന്നും പഠിക്കാനായിട്ട് സാധ്യമാകത്തില്ല. അതായത് ഈ കണ്ണാടിപ്പായ നെയ്യുന്നത് അതിൻ്റെ ഒരു സവിശേഷതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാരുടെ കാലം തൊട്ട് പിതാക്കന്മാരിൽ ആരോ ഒരാൾക്ക് ഇത്രയും ഒരു കല അവരുടെ ഉള്ളിൽ കിടന്നു. ഈ കണ്ണാടിപ്പ എന്ന് പറയുമ്പോൾ ഇത് വളരെ കളർഫുള്ളായിട്ടുള്ളതായ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതായ ഒരു പായാണ്. ഈ പായ ഞങ്ങൾ കിടക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് രാജാക്കന്മാർക്ക്, വിശേഷപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് തിരുമുൽ കാഴ്ചവെക്കാനായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്നു. പിതാക്കന്മാരുടെ കാലത്ത് ഈ ഒരാൾ പായ നെയ്യണമെങ്കിൽ ഒരു 35 ദിവസം 40 ദിവസം വർക്കുണ്ട് ഈ ചെയ്യണമെങ്കിൽ. മാത്രമല്ല ഇത് ഇടുക്കി, വയനാട് ഉള്ളതായ വനാന്തരങ്ങളിൽ പ്രത്യേക തരം ഒരു ഞോഞ്ഞൽ ഈറ്റ എന്ന് പറഞ്ഞൊരു ഈറ്റയിൽ നിന്ന് മാത്രമാണ് അളികളെടുത്ത് ഇത് നെയ്യാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ഈ ഓട എടുക്കാൻ പോകുമ്പോൾ വൃദ്ധശുദ്ധിയോടുകൂടി ആ പോകത്തുള്ളൂ. ഈ പായ നെയ്യണമെങ്കിൽ വൃദ്ധശുദ്ധി വേണം, ഒരു പ്രാർത്ഥന വേണം. നമ്മുടെ ഇടുക്കി ജില്ല കഞ്ഞിക്കുഴി പഞ്ചായത്ത് വെൺമണിക്കരയിൽ താമസിക്കുന്ന ഞങ്ങൾ ആദിവാസികളാണ്. ഞങ്ങളുടെ വനത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കാരണന്മാരുടെ പാരമ്പര്യ കാലം മുതലുള്ള നെയ്ത്താണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിങ്ങനെ പോരുന്നു. ഞങ്ങൾ ആനക്കാട്ടിലാണ് ജീവിച്ച് വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസവും വിവരമൊന്നുമില്ല. ഇപ്പോൾ കാരണവന്മാരുടെ പാരമ്പര്യ കാലം മുതൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ ഞങ്ങൾ ഈ ഈറ്റ കൊണ്ടും പായും പരമ്പും കണ്ണാടിപ്പായൊക്കെ നെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. കണ്ണാടിപ്പായ എന്ന് പറയുന്നതിൻ്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ കാരണവന്മാർ പിന്നെ ഈ നെയ്യുന്ന ഈറ്റ ഉണ്ടോ, ഞങ്ങൾ ഈറ്റ എന്നാ പറയുന്നത്. ഈറ്റ വെട്ടി പുഴയുടെ അരികിലിരുന്നുകൊണ്ട് ഇതിൻ്റെ പൊളിയെടുക്കും. പൊളിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നെയ്യുന്ന എങ്ങനെയാണെന്ന് ഇവർ ആലോചിച്ചിരുന്നു. അവർക്ക് വിവരമൊന്നുമില്ലല്ലോ. ആലോചിച്ചിരുന്നപ്പോൾ ഈ പുഴയ്ക്കകത്ത് ഈ പുഴയുണ്ടല്ലോ, പുഴ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും. വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ആ വെള്ളം ഒഴുകി വരുന്നത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ നെയ്ത് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ചുഴി ഉണ്ടാവല്ലോ നമുക്ക്, ഈ ചുഴി, ആ ചുഴിയിൽ വെള്ളം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. കറങ്ങി വന്ന ഇത് നടുക്ക് ഇങ്ങനെ ഒഴുകിപ്പോകും. അങ്ങനെ കണ്ടുപഠിച്ചതാണ് ഈ കണ്ണാടി ഇത് കെട്ടാൻ പഠിച്ചത്. അങ്ങനെയാണ് പഴയുള്ള കാരണന്മാർ കണ്ടുപിടിച്ചത്. എൻ്റെ നാട് മേലാവായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഈറ്റയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. എങ്കിലിപ്പോൾ KFR വന്ന ശേഷമാണ് ഈറ്റ എന്താണെന്നും ഈറ്റ എങ്ങനെ വെട്ടണമെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ തൊഴിലിനോട് ഒരു താല്പര്യം എനിക്ക് അന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇടക്കാലം കൊണ്ട് വലിയ താല്പര്യം വന്നിരിക്കും. കണ്ണാടിപ്പായ എന്ന് പറഞ്ഞാൽ ഈ കാര്യം എനിക്ക് ഞങ്ങൾ പൊളിയെന്ന് എൻ്റെ നാട്ടിൽ പറയുന്നത്. വേള എടുക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ പൊളിയെന്ന് ഞങ്ങൾ പറയും. അങ്ങനെ ഇത് ഒന്നും എടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഒരു കാട്ടിൽ പോവുകയാണെങ്കിൽ ഈറ്റ വെട്ടാൻ നമുക്ക് അറിയണം. ഈ പൊളി എടുക്കണമെങ്കിൽ ഇതിൻ്റെ മൂപ്പ് അറിയണം, ഇതിൻ്റെ പ്രായം അറിയണം, വാവ് അറിയണം, ഇളമ്പൊക്കെ അറിയണം. അങ്ങനെയൊക്കെ നോക്കിയാണ് ഈ ഈറ്റ വെട്ടാൻ പോകുന്നത്. കാട്ടിൽ ചെല്ലുമ്പോൾ ഈറ്റയുടെ മൂപ്പ് അറിയണം, അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കൂടി പിന്നെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ഈ കണ്ണാടിപ്പായ നെയ്യാൻ പഠിച്ചില്ല. ഈ 2 പൊളി, ഇരുപ്പൊളിയും കൊണ്ട് നെയ്യാം, മുപ്പൊളിയും കൊണ്ട് നെയ്യാന്നുള്ള നെയ്ത്തിൽ 2 ചുവടുകൾ ഈ എൻ്റെ അമ്മായിമ്മ നല്ല ഒരു
മുടിക്കായിരുന്നു ഈ നെയ്യാനും. എൻ്റെ അമ്മായിമ്മ അമ്മ നല്ലൊരു കഴിവുള്ള സ്ത്രീയായിരുന്നു. അമ്മ മരിച്ചുപോയി. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ 2 ചുവട് പഠിപ്പിച്ചു. 2 രീതിയിലുള്ള പാരമ്പര്യം ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഞാൻ പഞ്ചായത്ത് വർക്ക് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ അത്രയും വരെ അന്ന് 2 പരമ്പ് നെയ്യാനുള്ള ചുവടറിയാമായിരുന്നു. ഈ കണ്ണാടിപ്പരമ്പ് പഠിച്ചില്ല ഞാൻ. അത് കഴിഞ്ഞ് റിട്ടയറായി വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ തന്നെയാണ് അവിടെ ആ KFR സ്ഥാപനം സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിക്ക് സ്ഥലം കൊടുത്തേക്കുന്നു ഞങ്ങൾ തന്നെയാണ്. അവിടെ എന്ത് ഈ നെയ്ത്തൊക്കെ വരുന്നു. KFR പ്രവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രസ്താവനയാണ് KFR ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. KFR വന്ന ശേഷം എൻ്റെ കാര്യം പറയാണ്, കണ്ണാടിപ്പായ പഠിക്കണം എന്നൊരു ഉത്സാഹം എന്നിൽ വന്നിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഒരു 5 രീതിയിലുള്ള പരമ്പ് നെയ്യാൻ സാധിക്കും. അത് കല വേണം, ഓർമ്മ വേണം, പിന്നെ ഇതിനോട് ഏറ്റവും കൂടുതൽ വേണം ഇതിനോട് ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥമാണ്, ക്ഷമയാണ്. ആത്മാർത്ഥയും ക്ഷമയും. ആത്മാർത്ഥം ക്ഷമ വരുമല്ലോ. ആത്മാർത്ഥം ക്ഷമ വരും. ഇത് പഠിക്കണ്ട എന്ന് വെച്ചാൽ അത് മടിയാണ്, അത് ഉത്സാഹമില്ല. ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൈവശമാക്കാം. ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്ന ഇതുപോലത്തെ മാറ്റുകൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റുകളൊക്കെ വ്യത്യസ്ത ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ തന്നെയും ഇങ്ങനെ അന്യം നിന്ന് പോകുന്നതായ ഈ ഒരു കലയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സംരംഭമാണ് ഇപ്പോൾ ഇടുക്കി വെൺമണിയിലുള്ളതായ പട്ടികവർഗ ഉണർവ് പട്ടികവർഗ വിവിധ ഉദ്ദേശ സഹകരണ സംഘം എന്നുള്ളതായ രജിസ്ട്രേഷനിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4, 5, 6 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻകൈ എടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനൊരു വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു വെളിച്ചം ലോകത്തെ എത്തിക്കണമെന്ന് അറിയാനായിട്ട് ഡൽഹിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാമുണ്ട്. ഇപ്പം ലോകം അറിയപ്പെടുന്നതായ ഒരു കലയായിട്ട് ഇങ്ങനെ വരികയും ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിലെ ഗോത്രജന വിഭാഗത്തിന് ഇടുക്കി, വയനാട്, പാലക്കാട്, എറണാകുളം ജില്ലകളിലുള്ളതായ ഗോത്രജന വിഭാഗത്തിന് അവരുടെ ഒരു ജിയോ ടാഗ്, അവരുടേതായിട്ടുള്ള ഒരു സ്വത്തവകാശം നേടിയെടുക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അന്ത്യഘട്ടത്തിലേക്ക് ആയി വന്നിരിക്കുകയാണ്. അതാണ് ഈ പാട്.